പീരിമേട് പ്ലാക്കാത്തടം തോട്ടാപ്പുര റോഡ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തോട് വനംവകുപ്പ് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതായി പീരിമേട് എംഎൽഎ വാഴൂർ സോമൻ. വിഷയം വനംവകുപ്പ് മന്ത്രിയെ ധരിപ്പിച്ചതായും എംഎൽഎ പറഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. രാജഭരണകാലത്ത് നിർമ്മിച്ച റോഡായിരുന്നു പീരിമേട് പ്ലാക്കത്തടം തോട്ടാപ്പുര വളഞ്ഞാങ്ങാനം റോഡ്. പഴയ KK റോഡിന്റെ ഭാഗമാണ്. 99-ലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡിന്റെ 2 കലുങ്കുകൾ തകർന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടു. തുടർന്ന് സമാന്തരമായി നിർമ്മിച്ചതാണ് ഇപ്പോൾ കുട്ടിക്കാനം വഴി പീരിമേട്ടിൽ എത്തുന്ന പാത. പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ ഈ റോഡ് ഉണ്ട്. നിലവിലെ KK റോഡ് പിന്നീട് വികസിച്ചതോടെ പഴയ തോട്ടാപ്പുര വളഞ്ഞാങ്ങാനം റോഡ് വനം വകുപ്പ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളടക്കം ഉണ്ടായെങ്കിലും ഈ റോഡ് തുറക്കാൻ നടപടിയായില്ല. ഇപ്പോൾ വീണ്ടും ഈ പഴയ കാലത്തെ റോഡ് തുറക്കണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. വിഷയത്തിൽ പീരിമേട് എംഎൽഎ വാഴൂർ സോമൻ അടക്കം ഇടപെട്ടു. പട്ടികജാതി പട്ടികവർഗ വികസന ഗോത്ര കമ്മീഷൻ ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന വിഷയത്തിൽ നിഷേധാത്മക നിലപാടുണ്ടാകുന്നതെന്നും പീരിമേട് എംഎൽഎ വാഴൂർ സോമൻ പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതും ആദിവാസികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുക എന്ന നിലപാടാണ് കോട്ടയം DFO കൈക്കൊണ്ടിട്ടുള്ളത്. വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് കാണിച്ച് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ തീരുമാനം കാത്തിരിക്കുകയാണ്. അതല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരത്തിന് പ്ലാക്കത്തടം ആദിവാസി ജനങ്ങൾ ഒന്നടങ്കം തയ്യാറാകുമെന്ന് അറിയിക്കുവാൻ ഈ സന്ദർഭം. പീരിമേട്ടിൽ നിന്നും വളഞ്ഞാങ്ങാനത്തേക്ക് എത്തുവാൻ ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു പാത കൂടിയാണിത്. വിഷയം സംബന്ധിച്ച് വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു. കോട്ടയം DFOയോട് സംസാരിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെന്നും എംഎൽഎ പറഞ്ഞു. സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണുള്ളതെന്നും എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.